നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ നരേന്ദ്രമോദിയുടെ റോഡ് ഷോ തൃശൂരിനെ ആവേശത്തിലാക്കി. കേരളത്തിൽ മാറ്റത്തിന് തുടക്കമായെന്നും ഇത്തവണ കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എൻഡിഎക്ക് ലഭിക്കുന്ന സ്വീകാര്യത ഇതിന് തെളിവാണ്. കേരളത്തിലെ യുവാക്കളുടെ വിശ്വാസവും സ്ത്രീകളുടെ സ്നേഹവും എൻഡിഎക്കൊപ്പമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വികസനം മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും മാറാത്തത് ഇനി മാറുമെന്നും പ്രധാനമന്ത്രി ജനങ്ങൾക്ക് ഉറപ്പ് നൽകി. കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും സംസ്ഥാനത്തെ പിന്നോട്ടടിച്ചു. ബി.ജെ.പി. അതിവേഗ വികസനം കേരളത്തിൽ കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. ബി.ജെ.പി. വരുന്നതിനെ ഇരു മുന്നണികളും ഭയക്കുന്നുവെന്നും CPM-ഉം കോൺഗ്രസും തെരഞ്ഞെടുപ്പിൽ കഥകൾ ഉണ്ടാക്കുന്നുവെന്നും പ്രധാനമന്ത്രി ആരോപിച്ചു. LDF-നെതിരെയും കോൺഗ്രസിനെതിരെയും അദ്ദേഹം തുറന്നടിച്ചു. കേരളത്തിന്റെ വികസനത്തിന് കേന്ദ്ര സർക്കാർ എല്ലാം ചെയ്തു, എന്നാൽ സംസ്ഥാന സർക്കാർ ഈ പണമെല്ലാം കട്ടുമുടിച്ചു. നിങ്ങൾക്ക് നൽകിയ പണമാണ് കേരള സർക്കാർ കൊള്ളയടിച്ചതെന്നും മോദി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞും LDF-നും UDF-നുമെതിരെ രൂക്ഷ വിമർശനവും ഉന്നയിച്ചാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാലക്കാട് NDA തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുത്തത്. മാത്രമല്ല, പാലക്കാടിന് നൽകിയ വികസന പദ്ധതികളും മോദി എടുത്തു പറഞ്ഞു. കേന്ദ്രത്തിൽ BJP വന്ന ശേഷമാണ് പാലക്കാട്ടിന് വികസനം ഉണ്ടാകാൻ തുടങ്ങിയതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേന്ദ്രത്തിൽ BJP സർക്കാർ ഉണ്ടായപ്പോൾ പാലക്കാട്ട് IIT വന്നു, നാഷണൽ ഹൈവേയുടെ വികസനം നടന്നു, പാലക്കാട് സ്മാർട്ട് ഇൻഡസ്ട്രിയൽ സിറ്റിയാണെന്നും മോദി കൂട്ടിച്ചേർത്തു. എവിടെ ഇടതുഭരണം ഉണ്ടോ അതെല്ലാം ജനങ്ങൾ ഒഴിവാക്കുകയാണിപ്പോൾ. ബംഗാളിലും ത്രിപുരയിലും അത് നമ്മൾ കണ്ടതാണ്. അതേ സംഭവം കേരളത്തിലും ആവർത്തിക്കാൻ പോകുന്നു. പെൻഷനും ശമ്പളവും കൃത്യസമയത്ത് കൊടുക്കുന്നില്ല. ഇതിനെല്ലാം ജനങ്ങൾ മറുപടി നൽകുമെന്നും മോദി പറഞ്ഞു. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ സംസ്ഥാന സർക്കാർ യുവാക്കൾക്ക് തൊഴിൽ നൽകുന്ന രീതിയിലുള്ള ഒരു സ്ഥാപനം പോലും ആരംഭിച്ചിട്ടില്ല എന്നും മോദി ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പാലക്കാട് MLA സ്ത്രീ സുരക്ഷയ്ക്ക് അപകടം സൃഷ്ടിച്ചു. മറ്റൊരു കോൺഗ്രസ് നേതാവ് സ്ത്രീവിരുദ്ധതയുടെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്തായി. ഇവരെ സൂക്ഷിക്കണമെന്നാണ് കേരളത്തിലെ സ്ത്രീകളോട് തനിക്ക് പറയാനുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലെ യുവാക്കളുടെ വിശ്വാസവും സ്ത്രീകളുടെ സ്നേഹവും BJP-യോടൊപ്പവും NDA-യോടൊപ്പവുമാണ്. കേരളം മാറ്റത്തിന്റെ സന്ദേശം നൽകുന്നു. BJP പ്രവർത്തകരുടെ അധ്വാനമാണ് മാറ്റത്തിന് കാരണം. LDF-ഉം UDF-ഉം പ്രവർത്തിക്കുന്നത് വോട്ട് ബാങ്കിന് വേണ്ടി മാത്രമാണെന്നും മാറാത്തത് ഇനി മാറും, കേരളം വികസിക്കുമെന്നും മോദി പറഞ്ഞു. കേരളത്തിന്റെ വികസനത്തെപ്പറ്റി UDF-നും LDF-നും ചിന്തയില്ല. കേരളം ഇന്ന് 5 ലക്ഷം കോടിയിലധികം രൂപ കടം കയറിയ അവസ്ഥയിലാണ്. കേരളത്തിന് അവകാശപ്പെട്ട പണം എവിടെ പോയി? ഇതിനൊരു ഒറ്റ ഉത്തരമേ ഉള്ളൂ, LDF-കാരുടെ കീശയിൽ പോയി. കേരളത്തിൽ BJP സർക്കാർ ഉണ്ടാകുന്ന പക്ഷം ഇവരുടെ കള്ളത്തരമെല്ലാം പുറത്തു കൊണ്ടുവരും. BJP അധികാരത്തിൽ വന്നാൽ LDF-ന്റെയും UDF-ന്റെയും സർവ്വ കുംഭകോണങ്ങളെപ്പറ്റിയും അന്വേഷണം നടത്തുമെന്നും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. മോദിയുടെ കേരള സന്ദർശനം വോട്ട് ഇരു മുന്നണികൾക്കും തിരിച്ചടിയാകുമോ ഇല്ലയോ എന്ന് ഇനി കാത്തിരുന്നു കാണാം.